വാട്ട് യു തിങ്ക് അബൌട്ട് യുവർസെൽഫ്? ഇത് എന്റെ ജൂറിസ്ഡിക്ഷനിൽപ്പെട്ട ഏരിയയാണ്. ഇവിടെ ഒരു ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് എന്നെ ഇൻഫോം ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കണമായിരുന്നു. അവന്റെ ഒരു നാർക്കോട്ടിക് സെല്ല്. ഇതിൽ നിന്നൊരു പുല്ലും കിട്ടിയില്ലെങ്കിലേ എന്റെ ഡ്യൂട്ടി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. തന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. കുറെ നാളായി ഷൈൻ ചെയ്യുന്നു. എന്തായടോ? ഇതിനകത്ത് ഒന്നുമില്ല സാർ. Anything you have got? പറയടോ. ഒന്നുമില്ല സാർ, എല്ലാം ഗ്യാസ് നിറച്ച കുട്ടികളാ. Are you sure? അതെ സാർ. ഗ്യാസാണ് സാർ. ചെറുപ്പത്തിന്റെ സ്മാർട്ട്നെസ് കാണിക്കുക. ഓതന്റിക് ആയ ഇൻഫർമേഷൻ കിട്ടാതെ ശരിക്കും വേണ്ട ബാക്കപ്പ് പോലും ഇല്ലാതെ ഹീസ് മേക്കിംഗ് പബ്ലിക് ഹെഡേക്ക് സർ. Anand, your operation has failed. Don't you think so? ഇത് ഗ്യാസ് അല്ലല്ലോ സാർ. Take them.
സൂര്യജ്വാലകൾ ഉണരുകയാ ഡിവൈഎസ്പി ഞാൻ മീറ്റ് ചെയ്തോളാം. നോ അത് ഞാൻ ഏറ്റു. എങ്ങനെ സിലിണ്ടേഴ്സ് റീപ്ലേസ് ചെയ്യും? അത് ഒരു ഫുൾ ലോഡ്. RC സ്റ്റേഷൻ നമ്മുടെ ഹാർബറിലെ 3 കാരിയേഴ്സിനെ അറസ്റ്റ് ചെയ്തു. CI സോമരാജൻ എന്നെ കാണണം, മനസ്സിലായില്ലേ? ഒന്ന് ഹോൾഡ് ചെയ്യൂ സർ. പറ. അതൊന്നും എനിക്കറിയണ്ട. എങ്ങനെ മിസ് ചെയ്തു? എങ്ങനെ 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 ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഹലോ 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 ഹലോ. സാർ ഇതൊരു വലിയ അടിയായി പോയി സാർ. ഒരേ ദിവസം തന്നെ ആനന്ദും ശേഖറും ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല സാർ. രജിച്ചനെ വിളിക്കും സാർ പ്ലീസ്. വിളിക്കാവേ? ഇതൊക്കെ ചെറിയ ഇഷ്യൂസ് അല്ലേ? ഇതൊന്നും ഇച്ഛാന്റെ ഇടയ്ക്ക് എത്താതിരിക്കാനല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. ഐ ക്യാൻ മാനേജ് ഇറ്റ് ആൻഡ് ഐ നോ ഹൗ ടു മാനേജ് ഇറ്റ്. ഓക്കെ, ഒന്ന് പറഞ്ഞിട്ടെടുക്കണോ? ഒറ്റയ്ക്ക് പോയി നടത്തുന്ന എൻകൗണ്ടർ, അതിലാണ് ത്രിൽ. എനിക്ക് എന്നെ തന്നെ നല്ല വിശ്വാസമാണ്. പിന്നെ എന്തിനാണ് ബാക്കപ്പ്? അതിന്റെ ആവശ്യം. ഹലോ, മാസ്ക് ചെയ്യാതെ മാറി നിൽക്കണം പ്ലീസ്. മണികണ്ട, ടെലികാസ്റ്റ് ഇതും കട്ട് ചെയ്തേക്കണേ. ഓക്കെ. ഹലോ ഹലോ, എന്തുണ്ട്? കവർ ഫോട്ടോന്നല്ലേ? ഫ്രണ്ട് വഴി തന്നെ വേണം. കഴിഞ്ഞ പ്രാവശ്യം പോലെ ആവല്ലേ? ഓക്കെ. എന്താ സർ, മറ്റാരുമായി ക്രെഡിറ്റ് ഷെയർ ചെയ്യാതിരിക്കാനുള്ള കണ്ണിങ്നെസ് അല്ലേ ഇതിന് പിന്നിലുള്ളത്? ബ്രില്യന്റ് ക്വസ്റ്റ്യൻ. ഈ കണ്ണിങ്നെസ് ആണ് എന്നെ പോലെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടത്. നിങ്ങൾക്കും അത് വേണം അല്ലേ? ശരിയല്ലേ? ഒരു 1 man ആർമി പോലെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു. പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കേസിലും ഇന്നേ വരെ ഒരു ഫോളോ അപ്പ് നിങ്ങൾ നടത്തിയിട്ടില്ല. ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസർ എന്ന നിലയിൽ അതൊരു അലംഭാവമല്ലേ? ഗവൺമെന്റും പോലീസും കോടതി ഉൾപ്പെടുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഞാൻ അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അവിടെ എനിക്ക് എന്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. സാർ, മിസ്റ്റർ RC ശേഖർ താങ്കളെ പോലെ എഫിഷ്യന്റ് ആയ ഒരു ഓഫീസറാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന മീഡിയ കവറേജ് താങ്കൾക്ക് കിട്ടുന്നുണ്ടോ എന്നാണ് ഞങ്ങളുടെ സംശയം. അത് നിങ്ങൾക്ക് തോന്നുന്ന എന്റെ ഭാഗ്യമാണ്. കവറേജും പബ്ലിസിറ്റിയും ചെയ്തിരേണ്ടത് നിങ്ങളല്ലേ? സർ, യെസ്. വാർത്തയിൽ സ്ഥാനം പിടിക്കാനാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമെന്നാണ് പൊതുവെയുള്ള കംപ്ലൈന്റ്. അതൊക്കെ ഒരു കംപ്ലൈന്റ് ആണോ? കോംപ്ലിമെന്റ് അല്ലേ? ഓക്കെ, താങ്ക് യു ജെന്റിൽമാൻ. താങ്ക് യു. അപ്പൊ ഓക്കെ. സാറൊരു ACP അല്ലേ? അപ്പൊ ഒരു പോലീസ് ഓഫീസറിന് മിനിമം മറ്റേതെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതല്ലേ? ഐ മീൻ മിസ്റ്റർ ആനന്ദ് ജേക്കബിനെ പോലെ ഒന്ന് ഷേവ് ഒക്കെ ചെയ്ത് വൃത്തിക്ക്. എന്റെ പൊന്ന് പെങ്ങളെ, ചെരക്കാനും വെട്ടാനും ഒന്നും എനിക്ക് നേരമില്ല. അങ്ങേർക്ക് ചിലപ്പോ സമയം കാണും, അല്ലെങ്കിൽ അവന്റെ ജോലി അതാണല്ലോ. അപ്പൊ ഓക്കെ. പിന്നെ ഇതൊരു സ്റ്റൈൽ അല്ലേന്നെ? ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ആനന്ദ്. ഓക്കെ, നാളെ ഓക്കെ സാർ. ഹലോ. കണ്ടു. ക്വാർട്ടർ പേജ് ആയിപ്പോയി അല്ലേ? ഫ്രണ്ട് പേജ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ലിവറേജ് കിട്ടിയാനെ. ശരി. ഈ ട്യൂണിങ് കറക്റ്റായിട്ട് വരുന്നില്ലല്ലോ. തങ്കമണിയേ, തയ്ച്ചത് മതി. എണീറ്റ് വീട്ടിൽ പോ. അതെ, ട്യൂൺ ചെയ്തത് മതി. കടയടച്ചിട്ട് പുറത്തോട്ടിറങ്ങണോ? നിനക്കൊന്നും വേറെ പണിയില്ലടാ. മനുഷ്യനെ കൊണ്ട് പണിയെടുപ്പിക്കില്ല, ട്യൂണും ചെയ്യിപ്പിക്കൂല. ഞാൻ പോട്ടെ ഏട്ടാ. നിന്ന് കിണങ്ങാതെ കടയടച്ചിട്ട് ഇറങ്ങാൻ. എന്നാ ഞാൻ പോയിക്കോട്ടെ ഏട്ടാ. തങ്കമണി കടയടച്ച് വീട്ടിൽ പോയിക്കോട്ടെ. നാളെ കട മുടക്കൊന്നുമില്ല. നടക്കല്ലേ? എടാ താഴെ വെക്കാൻ. അവിടെ കാണാൻ ശേഖരം ചെയ്യൂ. ഇത് കാണിക്കാനാ പിടിച്ചിറക്കിക്കൊണ്ട് വന്നത്. അതെങ്ങനെ? ടിവിയും കാണത്തില്ല, പത്രവും വായിക്കത്തില്ല. ഏത് നേരം നോക്കിയാലും തങ്കമണിക്ക് ട്യൂൺ ചെയ്തോണ്ടിരിക്കും. പോർക്കേറ്റ് തങ്കമണി കുറിച്ച് ശേഖർജിയുടെ ചെലവാ. താൻ ഇത് കണ്ടോ? എവിടെ? ഇത് നമ്മുടെ ബദലിന്റെ ഫോട്ടോയാണല്ല. ഓ, വേണ്ടാത്തതേ കാണൂ. തിരിച്ച് പിടിക്കേണ്ട തോപ്പുംപടി. അല്ല ദൈവമേ, ഇത് കളറിലാണല്ല. കലക്കേണ്ടത്. ഇത് ശേഖരജിന്റെ അമ്മയ്ക്ക് കുന്നത്തൂർക്കാവിൽ കൊണ്ടുപോകാൻ പറ്റിയ പടം. ആരായാലും വീഴും. എടോ, താൻ ടിവിയിൽ കാണായിരുന്നു. എന്തായിരുന്നു സ്റ്റൈൽ എന്നറിയോ? ഈ കാണുന്ന പോലെയൊന്നല്ല. ഞാൻ വരയ്ക്കുന്ന പോർട്രേറ്റ് ഇല്ലേ, ഏകദേശം അതിന്റെ കുറിച്ച് സ്റ്റൈൽ വരും. എന്റെ ആർട്ടിസ്റ്റ് മോഹനെ ഇങ്ങനെ സ്വയം പുകഴ്ത്താതെ. എന്നാലും എന്റെ ശേഖർജി ആ പോലീസ് കാക്കിയിട്ട് ചെത്ത് നിൽക്കുന്ന ഒരു പടം പത്രത്തിൽ ഒന്ന് എനിക്കൊന്ന് കാണണം. എന്നിട്ട് വേണം ഈ ഓട്ടോ ചന്ദ്രനെ കണ്ണടയ്ക്കാൻ. എന്ത് ചെയ്യാനാ ചന്ദ്ര? അക്കാഡമിന്ന് പാസ് ഔട്ട് ആയപ്പോഴേ അവന്മാര് നർക്കോട്ടിക്സിൽ പിടിച്ച് തള്ളിയില്ലേ?
അവിടെ കിടന്ന് പയറ്റുന്നവർക്ക് കാക്കിയില്ലല്ലോ. ആഗ്രഹമൊക്കെ മാറി പിന്നെ അല്ലാതെ അത് കേറ്. ഒന്ന് നീങ്ങേ എന്റെ തങ്കമണി ഇപ്പൊ വീട്ടിലെത്തിക്കാന്ന് പിന്നെ തങ്കമണി ഒന്നും വിട്ടാണ്. ആ പെണ്ണ് വരാമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോടി. ചേച്ചി നേരം കളയാതെ പോവാൻ നോക്കൂ. ശേഖരന്റെ പടം വന്ന പേപ്പറൊക്കെ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നതാ. എല്ലാം ആ പെണ്ണെടുത്ത് കീറി കളഞ്ഞു കാണും. ഞാൻ പറയുമ്പോ ചേച്ചിക്ക് പിടിക്കത്തില്ല. എങ്കിലും ഞാൻ പറയാ, ആ പെണ്ണിന് ഇത്തിരി നെകളിപ്പ് കൂടുതലാ. ഒരു സൂക്ഷ്മമില്ലാത്ത പെണ്ണാ. വല്ലതും അങ്ങോട്ട് പറയാൻ പറ്റുമോ? അങ്ങോട്ടൊന്ന് പറഞ്ഞാ ഇങ്ങോട്ട് 10 വാക്കിട്ടടിക്കും. എന്നാലേ നാക്കുകൊണ്ട് നക്കി സ്നേഹിക്കുന്ന ഒരു നല്ല പെങ്കൊച്ചിനെ കൊണ്ട് പ്രസവിക്കാൻ വയ്യായിരുന്നോ? ദാ ഇതെടുത്ത് ആരും വിഴുങ്ങിയിട്ടൊന്നുമില്ല. അയ്യോ, ഇതാകെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. നോക്കടി രാജമ്മേ, ഇതിന്റെ ഒരു കോലം കണ്ടോ? കുടുംബത്തിൽ പറഞ്ഞ വല്ലോരെയും ഇനി ഇത് കാണിക്കാൻ കൊള്ളാവോ? സാരല്ല ചേച്ചി, ഇത് കണ്ടിട്ടൊന്നല്ലല്ലോ അവര് പെണ്ണിനെ തരാൻ പോണത്. എന്നാലും നമുക്കൊരു അന്തസ്സില്ലോ. പിന്നെ ഒരു പേപ്പറും പൊക്കി പിടിച്ചോണ്ട് പെണ്ണാലോചിക്കാൻ നടക്കുന്നല്ലേ വലിയ അന്തസ്. എന്റെ അമ്മായി ഇത് എന്തൊരു പൊങ്ങച്ചാ. എന്റെ അമ്മച്ചിയെ ഞാൻ നിർത്തി. നിന്നോട് കോർക്കാൻ നിന്നാലേ കുന്നത്തൂർകാവിൽ എത്തുമ്പോ ഉച്ചപൂജ കഴിയും. അമ്മോ, വല്ലാത്തൊരു ജന്മം തന്നെ. ആഹാ, എന്നൊരു കാര്യം ചെയ്യ, നിങ്ങളോട് കൂടെ പോയിക്കോ. ഓ എന്റെ അമ്മോ, പഴുത്തിന് ചുറ്റും നാക്കാം. പെൺപിള്ളേർക്ക് ഇത്രയും നീളം വേണ്ട നാക്കിന്. മഹാമായേ ദേവി. അയ്യോ സേതലക്ഷ്മിയെ, ആ ഒന്നിങ്ങോട്ട് വന്നേ. ദാ വരുന്നു. പിന്നെ ശേഖരം വരുവാണെങ്കിലേ കഴിഞ്ഞ തവണ ഞാൻ കൊണ്ടുവന്ന ആ പെൺപിള്ളേരുടെ ജാതകവും ഫോട്ടോ എന്നെടുത്ത് കാണിച്ചു കൊടുത്താക്കണേ. എന്റെ മേശപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും ഒരു കാശിനും കൊള്ളൂല. ആ വേണമെങ്കിൽ കാണിച്ചേക്കാം. അത് പറഞ്ഞപ്പോഴാ ഞാൻ അതങ്ങ് മറന്നു. എടി പെണ്ണേ, ആ മേശപ്പുറത്ത് ഒരു കവർ ഇരിപ്പുണ്ട്, അത് ഇങ്ങ് എടുത്തോണ്ട് വാ. പോകുമ്പോ എടുത്തിട്ട് അങ്ങ് പൊയ്ക്കൂടെ? എല്ലാത്തിനും അല്ലേ ചേച്ചി ഇവിടെ തന്നെ നിൽക്കണം. ഓ അടി. ഓ നേരം പോയി. എന്നാ തലക്കൊഴിഞ്ഞിതാ അവിടെ കൊണ്ടേ കാണിക്കിട്ടേക്കാം. പെണ്ണിന്റെ ഒരു നെകളിപ്പ്. ഓ evidence for all these adaptive. പെട്രോളിന് വീണ്ടും വില വർദ്ധിപ്പിക്കുമെന്ന് പെട്രോളിയം മന്ത്രി. ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ച ഞങ്ങളുടെ ബാങ്കിന്റെ ആനുവൽ ഡേ സെലിബ്രേഷനെ ഞങ്ങൾക്കൊരു ചീഫ് മന്ത്രാലയം അറിയിച്ചു. ഫിലിം സ്റ്റാർസ് ആയിട്ടൊന്നും എനിക്ക് വലിയ ബന്ധമില്ല. വല്ല കള്ളനോ കൊലപാതകയോ മതിയെങ്കിൽ ഒപ്പിക്കാം. എന്റെ പുന്നാര ആങ്ങളെ തന്നെ ഹൈജാക്ക് ചെയ്ത് കൊണ്ട് ചെല്ലാനാ അവര് പറഞ്ഞിരിക്കുന്നത്. ജ്യൂസ് ഞാൻ കുടിക്കാം, പക്ഷെ നീ ഇപ്പൊ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അത് നടക്കുകയല്ല മോളെ. ഇന്നലെ കൊച്ചിയിൽ RC ശേഖർ പിടികൂടിയ മയക്കുമരുന്നിന് അന്താരാഷ്ട്ര വിപണിയിൽ കോടി. കണ്ടിട്ട് സഹിക്കണില്ലേ? എന്നാ ജലസിയാ ചെയ്യാ. ഒന്ന് പോടി അവിടുന്ന്. വിത്തൗട്ട് എനി പ്ലാനിങ്, യൂസിംഗ് നോ ഇന്റലിജൻസ്. ഇതുപോലെ 3 കവലച്ചട്ടപ്പള്ളി പിടിക്കുന്നതാണോ ഇത്ര വലിയ കാര്യം? എന്നാ ഇച്ചായനെ സന്തോഷിപ്പിക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അധികം ഒരു ഫാനാ. കീർത്തി, നീ മരുന്ന് വെച്ചോ? ഓ പിന്നെ എന്നാ കേറാ എന്റെ കാര്യത്തിൽ. മരുന്നൊക്കെ ഞാൻ കഴിച്ചോളാം. ആ പുള്ളിക്കാരനെ ഞാനൊന്ന് പോയി കണ്ടാലോ? ശേഖർ സാറിന്. ഇച്ചായന്റെ പെങ്ങളാന്നൊന്നും ഞാൻ പറയല. ആനുവൽ ഡേക്ക് ഞാൻ അതിയാനെ ഒപ്പിച്ചോളാം. അല്ലാതെ പിന്നെ കീർത്തി, അത് ഞാൻ വരാം. എന്റെ ഇച്ചായന്റെ മനസ്സ് നല്ല മനസ്സാ. അത് നിറച്ച് അസൂയ അസൂയ. അയ്യോടാ, ഒക്കെ മാറി മാറ്റം കണ്ടോ? കൊറേ കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും തടിമെടുക്കലല്ല പ്ലാനിങ്ങിലാ കാര്യമൊന്ന്. ബുദ്ധി, ബ്രെയിൻ. ചെരക്കാനും വെട്ടാനും ഒന്നും എനിക്ക് നേരമില്ല. ഇതുവരെ കഴിഞ്ഞില്ലേ? നീ എവിടെയെങ്കിലും ഒന്ന് നില്ലെന്റെ സേതു. ഇത് പെണ്ണിന്റെ കാര്യം. എന്റെ പൊന്നമ്മുക്കുട്ടി അമ്മേ. കുറച്ചുകൂടെ ഉറക്ക വിളിക്കേ, എന്നാലേ അങ്ങ് കുന്നത്തൂർക്കാ വരെ കേക്കുള്ളൂ. അപ്പൊ അമ്മ ഇന്നും ഇല്ലേ? ചേടാ, അമ്മയെ കണ്ടിട്ട് കോടാനുകോടി വർഷങ്ങളായതുപോലൊരു തോന്നൽ. തോന്നലല്ല,
അങ്ങ് ശിലായുഗത്തിലെങ്ങാണ്ട് കണ്ടതാ. നീ എന്തെങ്കിലും ഒന്ന് പറയടി എന്റെ പെണ്ണെ. അമ്മ എങ്ങനെ ഇരിക്കുന്നു? അമ്പലത്തിൽ പോയി പോയി അങ്ങ് തേഞ്ഞു പോയി. വരാന്ന് പറഞ്ഞ ദിവസം വരണേ. ഈ കഴിഞ്ഞ ഏതോ ഒരു ദിവസം അവിടെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പായസം ഞാൻ കുടിച്ചു നോക്കി, പക്ഷെ കൊള്ളത്തില്ലായിരുന്നു. വരാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ അത് മുഴുവൻ കുടിപ്പിച്ചേനെ. ആ അവസാനം ഞാൻ തന്നെ മുഴുവൻ കുടിച്ച് തീർത്തു. ഓഹോ, ഇനി അമ്മ എവിടെയെങ്കിലും ഇട്ട് റെയ്ഡ് ചെയ്ത് പിടിക്കണം. കീർത്തിക്കറിയോ, ആനന്ദിനെ കുറിച്ച് സബോർഡിനേറ്റ്സിന്റെ ഇടയിൽ ഭയങ്കര മതിപ്പാ. ആൻഡ് ഹി ഡിസേർവ്സ് ഇറ്റ്. പക്ഷേ കേട്ടോ ആന്റി, എനിക്ക് ടെൻഷനാ. ആ നോക്കുകയൊന്നും വേണ്ട. ഇച്ചാനിത് എന്നാത്തിനാ തനിച്ചിതിനൊക്കെ പോകുന്നത്? ഒറ്റയ്ക്കുള്ള എൻകൗണ്ടറുകൾ എത്ര റിസ്കി ആണെന്നുള്ളത് സാറിന് അറിയാൻ മേലെ. ആനന്ദിനോട് പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഇപ്പൊ ഞാനങ്ങ് ചോദിക്കുക. ആനന്ദിന് ഇങ്ങനൊരു ജോലിയുടെ വല്ല ആവശ്യമുണ്ടോ? പാലായില് വെറുതെ കയ്യും കെട്ടി ഇരുന്നാ പോരെ? സീനത്തെ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരന് കൊടുക്കേണ്ട അഡ്വൈസ് ആയത്. അവർ എൻജോയ് ചെയ്യുന്ന അതിന്റെ ത്രില്ല, അല്ലാതെ കാശല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞ് ഫെഡപ്പ് ആയിരിക്കാണ് സർ. അവൾക്ക് മനസ്സിലാവണ്ടേ? അതെങ്ങനെയാ മനസ്സിലാവുന്നേ? എനിക്ക് ഇച്ചായന് ഞാനും മാത്രല്ലേ ഉള്ളൂ. ആനന്ദിനെ പോലുള്ള ഒരാൾക്ക് വേണ്ട സപ്പോർട്ട് പോലീസ് ഫോഴ്സിന്റേതല്ല, കീർത്തിയെ പോലുള്ളവരുടെ കറേജാ. ആനന്ദ് തനിച്ച് തന്നെ പോണം. ഗോ ഹെഡ് മാൻ, ഐ വിൽ സപ്പോർട്ട് യു. താങ്ക് യു സർ. ചായ. എന്റെ മോനെ എവിടെയെങ്കിലും ഒന്ന് കയറ്റി വിടണം, ഇല്ലെങ്കിൽ അവൻ പഴിച്ചു. അതെ, എനിക്കും രാജമ്മ ചേച്ചിക്കും കുറച്ച് സൗകര്യം വേണം. പിന്നെ എപ്പ കയറി വരുമ്പോഴൂടെ അമ്മേനെ കാണാന്നുണ്ടെങ്കിലേ ഞാൻ നോക്കിട്ട് ഒരു വഴിയേ കാണാനുള്ളൂ. ദാ വേഗത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തേ. അല്ല, ഇനി മോന് ജോലി കിട്ടി കഴിഞ്ഞിട്ട് എവിടെ നിന്ന് പോവുള്ളോ? അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? അല്ല പിന്നെ. ഓ, അമ്മായി എന്റെ തന്നേന്ന് ഞാൻ സെലക്ട് ചെയ്താ ഇത്രയും. ഓ, അയ്യേ ഇതുകൊള്ളൂല. അതെന്താ? കൊള്ളത്തില്ലെന്ന് പറഞ്ഞില്ലേ? നോക്കട്ടെ. വലിയ ചേർച്ചയില്ലാന്നേ ഞാൻ പറയുള്ളൂ. ഓ, അങ്ങനെയാണ്. ഇതിനെന്തോ ഒരു കുറ്റം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ശരിയാവില്ല. ഇത് നന്നായിരുന്നു. ഇതിന് ഞാനൊരു കുറ്റം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നേ. അതെന്തായിരുന്നു? സേതു, എന്തൊരു ചൂടാ എന്റെ ദൈവമേ. ഒന്നാമതേ നീ ഒരു ചെയ്വിട്, അതിന്റെ കൂടെ ഇതും കൂടി ഇട്ട് അലറിക്കണോ? അമ്മക്കുട്ടിയമ്മയ്ക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. ഞാനൊരു ദിവസം ഇവനെ കൊണ്ട് പാടിപ്പിക്കും. ഓ, കൊറേ പാടുപെടും. എടുത്തു വെച്ചേച്ച് പോവണേ. ഓരോരോ വേലകള്. ശേഖർജി അനങ്ങല്ലേ, ഇപ്പൊ കഴിയൂട്ടോ. എന്റെ മോഹന, താൻ ഇതിപ്പോ എത്രാമത്തെ തവണയാ എന്നെ മെനക്കെടുത്തുന്നത്? എന്റെ കഴുത്ത് കഴിക്കുന്നു. കഴിഞ്ഞു. നോക്ക്, പെൻസില്. എനിക്കെപ്പോഴാണോ ഗ്രഹണി പിടിച്ചത്? കളറ് ശരിയായില്ല, അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഒത്തു വന്നിട്ടില്ല. ശേഖർജി, മോഹന, ആ തോപ്പും പടി. എന്താണ് തോമ്പടി? നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോണം. അല്ല, ആക്സിഡന്റ് ആർക്കാ? നമ്മുടെ ചന്ദ്രൻ. എന്റെ കടയുടെ മുമ്പിൽ വെച്ച് അയാൾ ഓട്ടോറിക്ഷ കയറിയത് ഞാൻ കണ്ടതാ.
വടശ്ശേരിക്കരയിലെത്തിയപ്പോ അയാൾ തോക്കെടുത്തു. കുറച്ച് കാശും വെച്ച് നീട്ടി. ഞാൻ തൊട്ടില്ല. അപ്പോഴറിയുന്നത് അവിടെ വേറെ ആൾക്കാരുണ്ടെന്ന്. എന്നിട്ട് ശേഖർജി എവിടൊക്കെ പോകുന്നു, എന്തിനു പോകുന്നു, എപ്പോഴൊക്കെ പോകുന്നു എന്നെല്ലാം ചോദിച്ചു. മറുപടി പറയാത്തതിന് കിട്ടിയതാ. പ്രജിച്ചായും ദുബായിലും ഹോങ്കോങ്ങിലൊക്കെ ആയത് നിന്റെയൊക്കെ ഭാഗ്യം. നിൽക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ? അടിച്ച് ആളെ വിട്ട് ഓട്ടോറിക്ഷക്കാരെ പിടിക്കാൻ നടക്കുന്നു. ഇയാളെ നിനക്കൊക്കെ ആരാളെ ബുദ്ധി പറഞ്ഞോണ്ടേ? ഇയാൾ അവനൊക്കെ ചത്താലും ഒരുത്തിന് ഒറ്റ കൊടുക്കില്ല, അറിയോ? എനിക്ക് ഹലോ, വിചാരിപ്പോ എവിടുന്നാ വിളിക്കുന്നത്? അത് ശരി, ദുബായ് നിന്നപ്പോ പോയി. വേണ്ട വേണ്ട, അത് ഞാൻ മാനേജ് ചെയ്തോളാം. വിചാരം പറഞ്ഞോളാം. ഞാനിപ്പോ മൂവ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ ഓക്കെ, ബൈ. നമുക്ക് ഈ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ സാറേ. വെറുതെ അത് പാഴാക്കി കളയരുത്. ഗവൺമെന്റിനെ സേവിച്ചിട്ട് സാറിന് എന്ത് കിട്ടാനാ? ഗുഡ് സർവീസ് സെന്റർ കിട്ടിയാലൊന്നും ജീവിതം പച്ച പഠിക്കത്തില്ല സാറേ. പെൻഷൻ പറ്റിയാൽ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കത്തുമില്ല. എന്നുവെച്ച് ജോലി റിസൈൻ ചെയ്യാനൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ദൈവം കണ്ണുകൾ തന്നിരിക്കുന്നത് കാണാൻ മാത്രമല്ല, കാണാതിരിക്കാനും കൂടിയാ. ഒന്ന് കണ്ണടച്ച കോടികൾ മറിയും സാറേ, കോടികൾ. സാറിന്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിയാണ് ബിസിനസ്. Get out! I said get out! ഫോട്ടോസ് ഒക്കെ അമ്മ ഇതിനകത്താണല്ലോ വെക്കാറുള്ളത്. ഇന്ന് രാവിലെയും കൂടെ ഞാൻ കണ്ടതാ. ഇത്തവണ അമ്മായി തന്നേന്ന് ഞാനൊന്നും സെലക്ട് ചെയ്യാനൊന്നും പോയില്ല. എന്നാൽ അതൊക്കെ ആരെടുത്ത് മാറ്റി? 5-6 ഉണ്ടായിരുന്നു. MCA, MBA, ഒരു ബാങ്ക് എംപ്ലോയി, അങ്ങനെ എല്ലാം നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളതാ. ആണ്ടെ ഇതിനകത്ത് കിടക്കുന്നത്. ഇത് രാധമ്മ ചേച്ചി എടുത്തിട്ടായിരിക്കും. അല്ലെന്നേ, പിന്നാരാ? ഞാനായിരിക്കും. ഞാൻ തന്നെ എന്നെ തോന്നിട്ടത്. അത് ശരി, അതേതായാലും നന്നായി. കാരണം ഇപ്പൊ ഞാൻ തന്നെ ഒന്ന് തീരുമാനിച്ചങ്ങ് ഉറപ്പിച്ചിരിക്കുക. എന്തോന്നാ, കല്യാണം കഴിക്കുന്നില്ലെന്നോ? അതെ, നീയും അമ്മയും കൂടി ഇങ്ങനെ ഒത്തു കളിച്ചോണ്ടിരുന്ന എന്റെ കാര്യം പോക്ക. അതുകൊണ്ട് ഞാൻ വേറൊരു വഴിയിലൂടെ ഒരാലോചന അങ്ങ് ഉറപ്പിച്ചു. പെണ്ണിനും പെണ്ണിന്റെ വീട്ടുകാർക്കൊക്കെ സമ്മതം വന്നേ. അതാ ഇത്. അതിന് അമ്മായി സമ്മതിക്കണ്ടേ? ഓ, അമ്മയെ ഞാൻ നേരിട്ട് കണ്ടാ സമ്മതിക്കും. പക്ഷേ കിട്ടണ്ടേ? ഇങ്ങ് തന്നേക്ക്, ഞാൻ കൊടുത്തോളാം. അത് വേണ്ട. നിനക്ക് ഞാൻ കല്യാണം കഴിച്ച് കാണുന്നതേ ഇഷ്ടമല്ല. നിന്റെ കൈ തന്നാ ഇതുപോലെ അങ്ങ് ചവിറ്റൂട്ടെ കൊണ്ട് കളയും. തരാനല്ലേ പറഞ്ഞേ? അറിയാ കനവിൽ മറയാതെ എന്നാളും നീ
മുഖം വെറുതെ ഇനി എനിക്കോ നിൻ മനം തൂണായ എന്നും എന്നെന്നും നീ എന്നിൽ വസന്തം കനവിൽ എന്നിനവിൽ നീ മാത്രമൻ സഖിയേ കുഞ്ചും നെഞ്ചുന്നുയിരായി നീ അരികിൽ നിന്നും കൂട്ടായി എന്നോമൽ കിളിയേ നീ അഴകിൻ അഴകേ വരകൾ തേടിയ വർണ്ണം വിടരുകയാ മഴയായി പൊഴിയും സ്നേഹം ഒഴുകുകയാ ഇനി നിനക്കൻ ജീവനിൽ നിറയെ കണിയൊരുക്കാം പൊൻകിന പൂക്കൾ മിഴിയിൽ നിറമിഴിയിൽ ഞാൻ വിരിയും മഴവില്ല ഉണരും പൂങ്കാറ്റായി ഞാൻ പുണർന്നിടാം നിന്നെ കൊഞ്ചും നെഞ്ചിന്നുയിരായി നീ അരികിൽ നിന്നും പോട്ടായി എന്നോമൽ കിളിയേ നീ അഴകിൻ അഴകേ മഴമേഘപ്രാവ് പോലെ മായാത്തൊരു പൗർണമി പോലെ മനതാരിൽ വീരുന്നു കാണാ കണ്ണിൽ കാണും നിഴലായി എന്നും എൻ ചാരേ അറിയാ കനവിൽ മറയാതെ എന്നാളും നീ മാത്രമേ കൊഞ്ചും നെഞ്ചുന്നുയിരായി നീ അരികിൽ നിന്നും കൂട്ടായി എന്നോമൽ കിളിയേ നീ അഴകിൻ അഴകേ മഴമേഘപ്രാവ് പോലെ മായാത്തൊരു പൗർണമി പോലെ മനതാരിൽ വീരുന്നു ആനന്ദ്, ഇന്ന് നമ്മുടെ സ്ഥിരം ഇൻഫോമറുടെ ഒരു കോൾ ഉണ്ടായിരുന്നു. റിലയബിൾ ആണോ എന്നറിയില്ല, ബട്ട് ഇറ്റ്സ് അബൌട്ട് എ ഡീൽ. രാത്രി 9-നും 10-നും ഇടയ്ക്ക് ഹാർബറിനടുത്തുള്ള ആ പഴയ ഐസ് ഫാക്ടറിയിലാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആനന്ദിന്റെ ജൂനിയർ ഐസക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ സർ, ഞാൻ ഐസക്കിനെ നിന്ന് കളക്ട് ചെയ്തോളാം. എന്റെ ലൈറ്റ് പക്ഷെ ആനന്ദ്, ഇത്തവണ ഏതായാലും ഐസക് പോട്ടെ. ഞാൻ തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. എക്സ്ക്യൂസ് മീ സർ. അല്ല, താൻ പോണ്ട. പിന്നെന്തിനാണ് സാറിനെ വിളിച്ചു വരുത്തി പറഞ്ഞത്? ലെറ്റ് ഹിം ഡു ഇറ്റ്. ഇത് 10-40,000 രൂപ വിലയുള്ളതാണോ? ആനന്ദിനെ പോലെ സമർത്ഥനായ ഒരു ഓഫീസറോട് ഉള്ളപ്പോ ഐസക്കിന് എനിക്ക് വലിയ വിശ്വാസമില്ല. പക്ഷേ തന്റെ പെങ്ങൾ പറഞ്ഞത് ശരിയാണോടോ? ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി താൻ ആവശ്യത്തില്ല റിസ്ക് എടുക്കുന്നു. അതുകൊണ്ട് ഞാൻ പോണ്ട അല്ലേ സർ? ക്ഷമിക്കണം സർ, യു ആർ റിയലി ചീറ്റിംഗ് യുവർ പ്രൊഫഷൻ. സാർ ഇപ്പൊ എനിക്ക് വേണ്ടി സഹിക്കുന്ന ഈ ത്യാഗം ഉണ്ടല്ലോ, അതെനിക്കൊരു ഇൻസൾട്ടാണ്. യു ആർ ജസ്റ്റ് ഡീഗ്രേഡിംഗ് മൈ റെപ്യൂട്ടേഷൻ ആസ് എ റെസ്പോൺസിബിൾ ഓഫീസർ. ഇത്രയും നാൾ എന്റെ പ്രൊഫഷനോട് ഞാൻ കാണിച്ച ആത്മാർത്ഥതയ്ക്ക് ഇനി എന്തർത്ഥമാണ് സാർ ഉള്ളത്? സാറിനെ പോലെയുള്ള സീനിയർ ഓഫീസേഴ്സ് എന്നെ പോലെയുള്ളവരെ ഇൻസ്പയർ ചെയ്യാണ് വേണ്ടത്, അല്ലാതെ. ടേക്ക് ഇറ്റ് ഈസി, കൂൾ ഡൗൺ മാൻ. ഇങ്ങനെ അപ്സെറ്റ് ആവാതെ. അത് വേണ്ട, അത് വേണ്ട. പുതിയ ടേബിള്.
താൻ തന്നെ പോണം. അതാണ് അതിന് ശരി. താങ്ക് യു സർ. ആനന്ദ്, ഒരു പുതിയ കൺസൈൻമെന്റ് ഓഫ് ഗൺസ് വന്നിട്ടുണ്ട്. ദേ ആർ ഗുഡ്. സേവിയറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ തന്റെ പഴയ റിവോൾവർ എക്സ്ചേഞ്ച് ചെയ്തോളൂ. രജിസ്റ്റർ ഞാൻ എൻ്റർ ചെയ്തോളാം. താങ്ക് യു സർ. സെൽ ഓപ്പൺ ചെയ്യും സർ. എനിക്കൊന്ന് തനിച്ചൊന്ന് കാണണം. നിങ്ങൾ രണ്ടുപേരും വെളിയിൽ വാ. എങ്ങനെയായിരുന്നു? നീ എന്ത് പറഞ്ഞു? ആരാഴ്ച തന്നെ എനിക്കറിയണം. പറയണം, ആരാഴ്ച തന്നെ ആരാണെന്ന് എനിക്കറിയില്ല. അവരെനിക്ക് കാശ് തന്നു. എനിക്കതല്ല അറിയേണ്ടത്, അവനെ അറിയിക്കേണ്ട കാര്യം നീ അറിയിച്ചോ. സ്ഥലം എനിക്ക് മനസ്സിലായി. ഇടപാട് എന്താണെന്ന് നീ പറയണ്ട. പക്ഷെ സമയം അതെനിക്കറിയണം. നാളെ രാത്രി 9-നും 10-നും ഇടയ്ക്ക്. ഇച്ചയാ വാ, എറണം. ഫംഗ്ഷൻ ഷാർപ്പ് 6 o'clock തുടങ്ങും. കീർത്തി, ഐ എം റിയലി സോറി. ഞാൻ നിന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. പക്ഷേ എനിക്ക് ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ ചെയ്യാ? എന്തോ മറക്കുന്ന പോലെ. ഒന്നുമില്ല. കയ്യിലെന്താ? ഒന്നുമില്ല. ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് നോക്കട്ടെ. കീർത്തി, ഞാൻ പറയട്ടെ. കീർത്തി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒന്നും മനഃപൂർവ്വം അല്ല. ഒന്നും പറയണ്ട. ഞാൻ പറയുന്നൊന്നും ഇച്ചായും കേക്കില്ലല്ലോ. ഇച്ചാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. തനിച്ചാ പോകുന്നതെന്ന് എനിക്കറിയാം. പോകണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചായും പോവും. അതുകൊണ്ടാ ഞാൻ പോകുന്നത്. ഫംഗ്ഷനല്ല, പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ തീർന്നേനെ. താനെന്താ ഇവിടെ? ഞാൻ മാത്രം മതി ഇവിടെ. ഞാൻ മാത്രം എന്താ കുഴപ്പം? എന്റെ ഏരിയയിൽ വേറെ ഒരുത്തൻ കയറി കളിക്കുന്നു. എനിക്കത്ര ഇഷ്ടമല്ല. എന്റെ ഏരിയ അത് തന്നെ. ഓഹോ, ആ. Don't move!
Careful. I said don't move. You call me. Come on, hands up. I said hands up. Oh shit. എന്തോ കുഴപ്പമുണ്ട്. Something is wrong. Oh God. ആരേത്? CA സോമരാജൻ. I can't believe this. Hands up! Don't move! ഇതെന്റെ കണ്ണാ. This is my gun. ഇതെങ്ങനെ ഇവിടെ? ഇതിപ്പോ തന്റെ കണ്ണല്ല. This is evidence. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതിലെന്തോ ചതിയുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ലോക്കറിൽ വെച്ചിരുന്ന കണ്ണായത്. Both of you are under arrest. Arrest them. ഞങ്ങൾ നിരപരാധികളാണ് സർ. വിടോ. ഞങ്ങൾ ഒരേ ഡിപ്പാർട്ട്മെന്റിന് ഒരേ ഓപ്പറേഷൻ വന്നിരിക്കുന്നവരാണ്. ഞങ്ങളെ ആരോ കരുതി കൂടി ട്രാപ്പിലാക്കിയിരിക്കുക. ഈ മരിച്ചു കിടക്കുന്നവരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലെന്നേ. നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾ കോടതിയിൽ തെളിയിക്കണം. It's none of my business. Come on, take them. വരണം സർ, പ്ലീസ്. ആന്റി നർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടി കമ്മീഷണർമാരായ ആനന്ദ് ജേക്കബിന്റെയും RC ശേഖറിന്റെയും അധോലോക ബന്ധത്തിന്റെ വെളിപ്പെടുത്തലാണ് CA സോമരാജൻ വധമെന്ന് ഉന്നതതല വൃത്തങ്ങൾ സംശയിക്കുന്നു. കുറ്റവാളികളായി പിടിക്കപ്പെട്ട ഈ ഉന്നത ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയരായി സസ്പെൻഡ് ചെയ്യുവാൻ ഔദ്യോഗികമായി തീരുമാനമായി. എല്ലാവരുടെയും കുത്തുവാക്ക് കേൾക്കാൻ ചേച്ചി എന്തിനാ നിന്ന് കൊടുക്കണം? ചേച്ചി എങ്ങോട്ടും പോണ്ട. എടി, ശേഖരനെ പറ്റത് ഞാനാ. അവൻ ഒരിക്കലും ഇങ്ങനൊരു കൊലപാതകം ചെയ്യത്തില്ല. പറയുന്നവര് പറഞ്ഞോട്ടെ, ആക്ഷേപിക്കുന്നവര് ആക്ഷേപിച്ചോട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യം പുറത്തു വരും. നീ എന്തിനാ മോളെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഇങ്ങോട്ട് വന്നേ. അമ്മായി തളരാൻ പാടില്ല മോളെ. പോയിട്ട് വരാം. പോയിട്ട് വരട്ടെ. എനിക്കെന്റെ പെരുവരിൽ നിന്ന് തരിച്ചു കയറുക. ഇങ്ങനെ മുമ്പിൽ കുത്തിയിരുന്ന് കരഞ്ഞോട്ട് സ്ഥലം കാലിയാക്കുക. ഇവിടെ 100 കൂട്ടം കേസ് കിടക്കുക. അതിനിടയ്ക്ക് വിടാൻ ഇന്ന് പോസ്റ്റിങ്ങിന് വെച്ചിട്ടുള്ള ഫയലുകൾ ഉടനെ റെഡി ആവണം. ശരി സർ. ഇങ്ങനെ ഇരുന്ന് കരയുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. പോയി വേറെ വല്ല അഡ്വക്കേറ്റിനെയും കാണും. നോക്കണ്ട, ഇപ്പൊ അറസ്റ്റിലായ ആനന്ദ് ജേക്കബിന്റെ സിസ്റ്ററാ കീർത്തി. എനിക്ക് വേണ്ടപ്പെട്ടവരാ. ആനന്ദിന്റെ കേസ് ജയിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അല്ലാതെ കരഞ്ഞു നിലവിളിച്ചും എഴുന്നേക്ക് വീട്ടിൽ പോ. എനിക്ക് കണ്ണീരും കൈ ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല. അമിതങ്ങളൊന്നും പറയണ്ട. കേസ് നമ്മൾ ജയിക്കും, ഉറപ്പാ. എനിക്കങ്ങളുടെ വിശ്വാസം. കുറ്റവാളികളായി സംശയിക്കപ്പെടുന്ന പ്രതികളിൽ ഒരാൾ മിസ്റ്റർ ആനന്ദ് ജേക്കബ് എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്.
കേസിനാസ്പദമായ നിർഭാഗ്യകരമായ സംഭവത്തിലേക്ക് അയാൾ സ്വന്തം താല്പര്യപ്രകാരം പോവുകയായിരുന്നു. ഞാൻ ഡ്യൂട്ടി അസൈൻ ചെയ്തത് ഇയാളുടെ ജൂനിയറായ ഐസക്കിനായിരുന്നു. എന്നെ നിർബന്ധിച്ച് ഇയാൾ ഡ്യൂട്ടി ഏറ്റെടുക്കുകയായിരുന്നു. ഇതിന്റെ പിന്നിൽ നിഗൂഢമായ എന്തോ ഉദ്ദേശം ഉണ്ടായിരുന്നില്ലേ എന്ന് ഇന്ന് ഞാൻ സംശയിക്കുന്നു. മതിയായ പോലീസ് ഫോഴ്സ് ഞാൻ അലോട്ട് ചെയ്തിട്ടും അത് ഒഴിവാക്കി ഇയാൾ ഒറ്റയ്ക്ക് പോയത് എന്റെ സംശയത്തെ ബലപ്പെടുത്തുന്നു. That's all, Your Honor. അതെ, ആനന്ദ് ഒന്ന് മനസ്സിലാക്കണം. എന്റെ കക്ഷി, അതായത് ആനന്ദ് ജേക്കബിന് എതിരായിട്ടുള്ള തെളിവുകൾ വളരെ സ്ട്രോങ് ആണ്. ഒന്ന്, സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ റിവോൾവർ, അത് എന്റെ കക്ഷിയുടേതാണ്. മറ്റൊന്ന്, സാക്ഷി വിസ്താരത്തിലെ ആന്റി നാർക്കോട്ടിക് കമ്മീഷണർ ഇക്ബാലിന്റെ മൊഴി, അതും എന്റെ കക്ഷിക്ക് പ്രതികൂലമാണ്. ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. കുറ്റം സമ്മതിച്ച് മാപ്പ് സാക്ഷിയാവണം. കുറ്റം ചെയ്യാൻ തെളിയിക്കട്ടെ. തെളിയിച്ച അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. അല്ലാതെ കുറ്റം ചെയ്യാതെ മാപ്പ് സാക്ഷിയാൻ എന്നെ കിട്ടില്ല. എടോ, താൻ കുറ്റം ചെയ്തോ ചെയ്തില്ലോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാ. കോടതിക്ക് തെളിവുകളാ പ്രധാനം. കുറ്റം ചെയ്തവൻ രക്ഷപ്പെടുന്നതും കുറ്റം ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടുന്നതും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ പുല്ലനങ്ങളെ വലിച്ചു കയറി ദൂരെ കളഞ്ഞിട്ട് ഞാൻ എന്റെ പാട്ടിനങ്ങ് പോകും. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പോലെ അങ്ങോട്ട് കേൾക്കും. എനിക്കൊന്നും പറയാനില്ല. Leave me alone. I'm in a hurry. Please, please, please. ഇനി പ്രതികൾക്ക് എന്തെങ്കിലും കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്താനുണ്ടെങ്കിൽ ആവാം. യുവർ ഓണർ, ഞങ്ങൾ നിരപരാധികളാണ്. ഡെലിബറേറ്റായി ഞങ്ങളെ ട്രാപ്പിലാക്കിയതാണ്. യഥാർത്ഥ കുറ്റവാളികൾ ഒരു കാരണവശാലും രക്ഷപ്പെടരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ജുഡീഷ്യറിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. ഞാൻ ആനന്ദ് ജേക്കബിനെ ആദ്യമായിട്ട് കാണുന്നത് സംഭവം നടന്ന സ്ഥലത്ത് വെച്ചാണ്. CA സോമരാജനെ എനിക്ക് പരിചയമേ ഇല്ല. ആനന്ദ് ജേക്കബും CA സോമരാജനും തമ്മിൽ പലതവണ അടഞ്ഞിട്ടുള്ളതായി ബഹുമാനപ്പെട്ട കോടതിക്ക് അറിയാവുന്ന പോലെ തന്നെ എനിക്കും അറിയാം. ലോക്കറിൽ സൂക്ഷിച്ചിരുന്നു എന്ന് ആനന്ദ് പറയുന്ന അയാളുടെ സർവീസ് റിവോൾവർ എങ്ങനെ സംഭവ സ്ഥലത്ത് വന്നു എനിക്കറിയില്ല. അതേ റിവോൾവറിൽ നിന്നുള്ള വെടിയേറ്റതിനെ തുടർന്നാണ് CA സോമരാജൻ കൊല്ലപ്പെട്ടതെന്ന് ഇതിനകം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വേണ്ടി മാത്രമാണ് ഞാനെന്ന് അവിടെ പോയത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി എന്നെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കണം. പിന്നെ സാഹചര്യ തെളിവുകളുടെയും ACP ആനന്ദ് ജേക്കബിന്റെ സർവീസ് ഹിസ്റ്ററിയുടെയും അടിസ്ഥാനത്തിൽ CA സോമരാജൻ വധക്കേസിൽ ഞാൻ ആനന്ദ് ജേക്കബ് തന്നെയാണ് കുറ്റവാളി എന്ന് സംശയിക്കുന്നു. CI സോമരാജൻ വധക്കേസിലെ കൂട്ടുപ്രതികളിൽ ഒരാളായ ശേഖർ വർമ്മയ്ക്ക് ഈ കോടതി ജാമ്യം അനുവദിക്കുകയും ആനന്ദ് ജേക്കബിനെ വിചാരണ തടവുകാരനായി സബ് ജയിലിൽ പാർപ്പിക്കുവാൻ ഉത്തരവിടുകയും ചെയ്യും. ഈ കേസിന്റെ തുടർ വിചാരണ അടുത്ത മാസം 16-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു.
ഹലോ, ഞാനാ. ഇച്ചായൻ എന്നാ ഇങ്ങോട്ട് വരണേ? ഇവിടെ ഇച്ചായൻ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. കാര്യങ്ങളുടെ പോക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ക്വൈറ്റ് അൺഎക്സ്പെക്ടഡ്. ഒരുത്തൻ മറ്റവനെ തള്ളി പറഞ്ഞു. അല്ലല്ല, ശേഖർ. അപ്പോ ഇപ്പൊ ശേഖറാണ് നമ്മുടെ വിഷയം. വിഷയം എന്ന് പറഞ്ഞാ അവനെ നമ്മുടെ കൂടെ നിർത്തണം. നിർത്തിയാൽ നിർത്താം. നിർത്തും. ഓക്കെ ചായ. ഓക്കെ, ബൈ. എടാ കോപ്പേ, പോലീസുകാരാ, വാടാ മോനെ വാ. എടാ പുല്ല, നിന്നെ കാത്തിരിക്കായിരുന്നു ഞാൻ. നേരെ ചൊവ്വൊന്ന് കാണട്ടടാ. ഇങ്ങോട്ട് നോക്കണം നായിന്റെ മോനെ. നിന്റെ മോന്തക്കിട്ട് തുപ്പും ഞാൻ. എരപ്പേ. വിഷമിക്കണ്ട. എന്നെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഓർത്തല്ലേ അങ്കിള് തീ തിന്നുന്നത്? എനിക്കിപ്പോ എന്ത് സഹിക്കാനുള്ള കരുത്തുണ്ട്. സഹിച്ചല്ലേ പറ്റൂ. ജാമ്യത്തിലിറക്കാൻ ആലോചിച്ചപ്പോഴാ ജയിലിൽ എന്തായാലും
വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാം. നിന്നെ നിഴലായി താരാട്ടുമോളും അമ്മ തൻ മൃദുലാളനം അഴകിന്നിതളായി നിന്നെഞ്ചിലുണരും തരളമാമൊരു സ്പന്ദനം പോയ ബാല്യവും പൊൻകിനാക്കളും എൻ കൺമണി നിരന്തരം മനുനിമിഷം തേനൂറും മധുര സ്മൃതിയിലലിയോ നിന്നീ നിഴലായി താരാട്ടുമോടും അമ്മ തൻ മൃദുലാളനം. നിറഞ്ഞൊരാ പുൽത്തൊടിയിൽ വിരിഞ്ഞു നിൻ കുഞ്ചലുകൾ കണ്ണാരം പൊത്തി പൊത്തി കാശി തുമ്പ പൂവും നുള്ളി കൊഴിഞ്ഞു പോയ ദിനവും കളിയും ചിരിയും നിൻ കുസൃതികളും നിലവിലുണരുകയാ നിഴലായി താരാട്ടുമോളും അമ്മ തൻ മൃദുലാളനം. ഇണങ്ങിയും പിണങ്ങിയും പറഞ്ഞു നീ പരിഭവങ്ങൾ കണ്ണെത്താ ദൂരത്തെന്നെ കാത്തിരിക്കും നിൻ മനം കനവിലെഴുതും പുണ്യം എൻ സാന്ത്വനവും എൻ സ്വരലയവും എൻ പ്രാർത്ഥനയും നിന്നെ നിഴലായി താരാട്ടുമോളും അമ്മ തൻ മൃദുലാളനം പോയ ബാല്യവും പൊൻകിനാക്കളും എൻ കൺമണി നിരന്തരം മനുനിമിഷം തേനൂറും മധുര സ്മൃതിയിലലിയോ നിന്നെ നിഴലായി താരാട്ടുമോളും അമ്മ തൻ മൃദുലാളനം. വേണ്ട, അതവിടെ കിടന്ന് അടിക്കട്ടെ. എനിക്ക് സംസാരിക്കണ്ട. എന്തായാലും ഒന്ന് എടുത്തു നോക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ എടുക്കും. എടുത്തിട്ട് അങ്ങ് മാറ്റി വെക്കും. ഈ ശബ്ദം കേൾക്കണ്ടല്ലോ. അയ്യോ, അത് ശേഖരൻ കുഞ്ഞിന്റെ ആയിരിക്കും. അയ്യോ, അത് ഞങ്ങൾക്കറിയാം. ഇവിടെ പിന്നെ വേറെ ആരാ ഫോൺ ചെയ്യാനുള്ളത്? എന്ത് വേണം? അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ ഉണ്ടായതിനേക്കാൾ വേദന എനിക്കിപ്പോ. അവൻ ചെയ്തത് ശരിയല്ല. ഒന്നിച്ച് നിന്നിട്ട് അവൻ മാത്രം ഇറങ്ങിപ്പോന്നില്ലേ? എന്തിനാ അവൻ അങ്ങനെ ചെയ്തത്? ചങ്കുറപ്പോടെ അവന് നിക്കാൻ വയ്യായിരുന്നോ? ഇതെന്റെ അടുത്താണോ ചോദിക്കുന്നേ? നേരിട്ടങ്ങ് പോയി ചോദിച്ചാ പോരെ? ചോദിക്കടി, ചോദിക്കും. ചോദിക്കും, കൊറേ പുളിക്കും.
ചോദിച്ചാലെന്താ എന്നെ അവനങ്ങ് മൂക്കി കയറ്റു. എന്നാ അതൊന്നും അറിയണമല്ലോ. ഇതാ ഞാൻ വരണ്ടെന്ന് പറഞ്ഞത്. എന്റെ ചേന ഇങ്ങനെ കാണുമ്പോ ഞാൻ എത്ര തവണ പറഞ്ഞെന്നറിയോ? ഞാൻ കേട്ടില്ലല്ലോ. എനിക്കൊരു ഒപ്പ് വേണം. മോളെ, നീ കരഞ്ഞിട്ട് അവനങ്ങ് പോയത്. അന്ന് ഞാൻ പറഞ്ഞത് ആനന്ദിനോടാണെങ്കിലും കേട്ടത് അവനാ. അവൻ മാപ്പ് സാക്ഷിയാ, ആയിക്കോട്ടെ. പക്ഷേ ഇനി ഞാൻ പറയുന്നത് താൻ അനുസരിച്ചേ പറ്റൂ. കുറ്റം ചെയ്തിട്ടായാലും ഒരുത്തൻ ജയിലിൽ പോകുന്നത് ഒരു പെങ്ങളും സഹിക്കത്തില്ല. താനിതിൽ ഒപ്പിടും. സമയം കളയാതെ. വേണ്ട, എനിക്ക് പുറത്തിറങ്ങണ്ട. പുറത്തിറങ്ങിയ ഞാൻ ചിലപ്പോ അവനെ ഒരാളെ കൊല്ലുന്നതിലല്ല, കൊല്ലാതിരിക്കുന്നതില്ല റിവഞ്ച്. അല്ലാതെ എന്നാലും അങ്കിൾ, അയാൾ അനുഭവിക്കണം. അനുഭവിക്കുന്ന എനിക്ക് കാണണം. ശശി, നമ്മൾ ചന്ദ്രനെ കണ്ട അവിടെ നിൽക്കണ്ട്. തോപ്പുംപടി നീ ഇവിടെ ഒന്ന് നിൽക്കണേ. എടാ, നിന്റെ ഉദ്ഘാടനോട്ടൊക്കെ ഇല്ല. എന്തേ? ഇല്ലെങ്കിൽ വണ്ടി എടുത്ത് കോളുണ്ട്. അതെ, ആരാ പാർട്ടി? നമ്മുടെ CI സോമരാജന്റെ പെങ്ങള് ശേഖർജിയെ കാണാൻ വന്നിട്ടുണ്ട്. ആരാണ്ടന്റെ അടുത്തൊക്കെ പറഞ്ഞു വിട്ടതാ. ഞാൻ അവളെ തങ്കമണ്ട അടുത്തിരുത്തിയിട്ട് നിന്നെ പൊക്കാൻ വേണ്ടി വന്നതാ. CI സോമരാജന്റെ പെങ്ങളെന്തിനാ ശേഖർജിയെ കാണാൻ വരുന്നത്? ആ പെണ്ണ് ഒറ്റയ്ക്കാ? തനിച്ച്. ഇതിലെന്തോ ചതി ഉണ്ടല്ലോ തോപ്പുംപടി. അവൾ എന്തിനാണ് വന്നതെന്ന് ശേഖർജി ഒറ്റ തോട്ടത്തിൽ പിടിച്ചെടുത്തോളൂ. നീ വണ്ടി എടു. കഞ്ഞി ഓട്ടോയി പോയി. ഓ, നാക്ക് വളച്ചൊന്നും പറയല്ലടാ പിശാചേ. കൂട്ടുകാരനെ ഇപ്പൊ വിടാട്ടാ. ഓക്കേ? എന്നാലും എന്റെ ചന്ദ്ര, എന്റെ തങ്കമണ്ണിനെ സമ്മതിക്കണം. ഈ പെങ്കുച്ചിനെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചില്ല ഇത്ര നേരം. അയ്യോ, പന്നം. നിങ്ങളായിരുന്നു എന്തേടാ കൂടെ ഒപ്പിച്ചോണ്ടായി വന്നിരിക്കുന്നത്? അല്ല ശേഖർജി, സോമരാജന്റെ പെങ്ങൾ ശേഖർജിയെ കാണാൻ. ഇറങ്ങി മാവച്ചേ. ഇറങ്ങിക്കോ. ഇത് സോമരാജന്റെ പെങ്ങളല്ല, പിന്നെ അയാളുടെ അമ്മുമ്മയുടെ പ്രേതവാ. ആണാ? ഞാൻ കൈകാര്യം ചെയ്യണം. കുറ്റവാളിയായിട്ട് പ്രമോഷൻ കിട്ടിയപ്പോ അങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ? ഇനി ഇവരുടെ ആവശ്യമുണ്ടോ? ഇനി ഞങ്ങള് കുറച്ചു നേരം വഴക്കടിക്കട്ടെ. നിങ്ങൾ പൊയ്ക്കോ. പൊയ്ക്കോ. ഞങ്ങള് ശേഖർജി ഞങ്ങൾ പോവാം. നടുറോഡാണേ. ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇനി ഞാൻ പോയിക്കോളാം. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, വണ്ടി കയറി. അവിടെ അല്ല, അപ്പുറത്ത്. എന്നാലും ശേഖരേട്ടനൊന്ന് വീട്ടിലേക്ക് വരായിരുന്നു. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ട് അങ്ങോട്ട് വരാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ചിലപ്പോ ആർക്കും എന്നെ മനസ്സിലാവില്ല, നിനക്ക് പോലും. ശേഖരേട്ടനെ കാണാൻ ഞാനിവിടെ വന്നു എന്നറിഞ്ഞ അമ്മായി എന്നെ കൊല്ലും. പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്ന? എല്ലാവരും ശേഖരേട്ടനെ കുറ്റപ്പെടുത്തിയപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ആ വിഷമം മനസ്സിൽ തന്നെ അങ്ങനെ കിടക്കുകയായിരുന്നു. ഇപ്പൊ അതങ്ങ് മാറി. അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഇത് നേരത്തെ മാറിയനെ.
ഓടുന്നോ? ഞാൻ ആ പണിയൊക്കെ നിർത്തി സാറേ, എന്നെ ഉപദ്രവിക്കരുത്. അയ്യോ, പറയാം. ഒരാഴ്ച സമയം തന്ന സാർ ഉദ്ദേശിച്ച സാധനം ഞാൻ തരാം. റിസ്ക് ആണ് സാർ. ഇപ്പൊ ഞാൻ പഴയ പോലെ സ്റ്റോക്ക് ചെയ്യാറില്ല. ശേഖർജി, ആനന്ദ് ജാമ്യത്തിലിറങ്ങി. ഞാൻ അറിഞ്ഞു. ശേഖർജി എന്ത് ചെയ്യാൻ പോകുന്നു? അയാള് ശേഖർജി വെറുതെ വിടുവോ? അവൻ എന്നെ കാണുന്നതിന് മുമ്പ് എനിക്ക് അവനെ കാണണം. പരോളിറങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞു. ഞാൻ മിണ്ടിപ്പോരുത്. സംസാരിക്കാനല്ല ഞാൻ വന്നത്. ആനന്ദ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഹേയ്,
സമയത്തിലിറക്കിയ എന്റെ കക്ഷി ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ്. ആൻഡ് ഐ വാണ്ട് യു ടു ടേക്ക് ആക്ഷൻ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. നോ, ഇരിക്കാവുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. എന്റെ കക്ഷിയെ അപായപ്പെടുത്തിയിരിക്കാമെന്ന് ഞാൻ ഭയപ്പെടുന്നു. സാർ ആരെയാണ് സംശയിക്കുന്നത്? ശേഖറിനെ. ഇന്നലെ രാത്രി അവർ തമ്മിൽ കണ്ടിരുന്നു. നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് FIR തയ്യാറാക്കി അയാളെ അറസ്റ്റ് ചെയ്യണം. എന്റെ പെറ്റീഷൻ താ. മിസ്സിംഗ് ആയ ആനന്ദിനെ കണ്ടെത്താൻ ഒരു ശ്രമവും നടത്താതെ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ശേഖരനെ അറസ്റ്റ് ചെയ്തത്? പെറ്റീഷന്റെ FIR-നെയും പുറത്ത് എനിക്കത് ചെയ്തേ പറ്റൂ. എങ്കിൽ വാറണ്ട് എവിടെ? വാറന്റിന്റെ ആവശ്യമില്ല സാർ. എന്നെ നിയമം പഠിപ്പിക്കുകയാണോ? തർക്കം വേണ്ട സർ, ഞാൻ വരാം. ആനന്ദ് ജേക്കബ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയെന്ന് എനിക്കറിയില്ല. അയാൾ മരിക്കേണ്ടത് ചിലവരുടെ ആവശ്യമായിരിക്കും, എന്റെ ആവശ്യമല്ല. എന്റെ അറസ്റ്റോടുകൂടി ഇൻവെസ്റ്റിഗേഷൻ ക്ലോസ് ചെയ്യരുത്. കമോൺ. ഹലോ ശേഖർ, ഇരിക്കൂ. എന്താ കുടിക്കാൻ വേണ്ടത്? വാട്ട് ഡു യു പ്രിഫർ, ടീ ഓർ കോഫി? ഇത് കോഫിയാണ്, അതുകൊണ്ട് കോഫി എന്ന് പറയാം. 1 കോഫി പ്ലീസ്. Sit down, man. Thank you. എൻ്റെ പേര് റെജി ആലൻ. ഇതെന്റെ ബ്രദറാണ് സെജി ആലൻ. I'll come straight to the point. നിങ്ങൾ രണ്ടുപേരും the fellow ആനന്ദ് വളരെ ഓവർ സ്മാർട്ടായിരുന്നു. സത്യം പറഞ്ഞ എനിക്കത് അങ്ങോട്ട് സഹിച്ചില്ല. സോ ഐ ക്ലെവർലി ട്രാപ്പ് ബോത്ത് ഓഫ് യു. പക്ഷേ താങ്ക് യു, നിങ്ങൾ തൽക്കാലം അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുക. അങ്ങനെ രക്ഷപ്പെട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ? എൻ്റെ മുന്നിൽ ചൂടുപോകും. ഹാബിറ്റ്. ഇപ്പോ ശേഖറിനെ ഇവിടെ വരുത്തിച്ചത് ഇവനാണ്. ഇവനേതാണ്ട് പറയാണ്ട് പറയടാ. ഈ ഇച്ചാന്റെ ഒരുക്കപ്പെട്ട അത് പെട്ടത് തന്നെ. ശേഖരനെ ഒറ്റ വഴിയുള്ളൂ, ഞങ്ങളനുസരിക്കുക.
അനുസരിച്ചില്ലെങ്കിൽ ഇതായിപ്പോ തന്നെ കേട്ടോ, നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് കസ്റ്റഡി നിങ്ങളുണ്ടോ? നിങ്ങൾ എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാം? അവർക്ക് നിങ്ങൾ മിസ്സിംഗ് ആണ്. ആനന്ദ് മിസ്സിംഗ് ആയതുകൊണ്ടല്ലേ നിങ്ങളെ അറസ്റ്റ് ചെയ്തത്. ഇനി നാളെ അയാളുടെ സഹോദരി, എന്താ കുട്ടിയുടെ പേര്? കീർത്തി, അവള് മിസ്സിംഗ് ആണ്. ഈ തിരക്ക് പിടിച്ച ലോകത്ത് ആർക്കും എപ്പോ വേണേ മിസ്സിംഗ് ആണ്. അപ്പോഴുണ്ടാകുന്നൊരു ശൂന്യത ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റത്തില്ല. അത് പതുക്കെ ആത്മഹത്യയോ കൊലപാതകമോ ആവും. അല്ലേ? അല്ലേ? What nonsense are you talking, Saji? He can understand it. He can accept it. He knows there's no other way out. Anyway, Mr. Shekhar, you can think it over. Coffee kudichilla alle? It's all right. We'll meet again. We will have to. വെരി ഹോട്ട്. ചൂട് കൂടില്ല. ഇനി നമുക്ക് കിട്ടേണ്ടത് ആനന്ദിനെയാണ്. അതിന് അയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. Where is he? Let's go. നടക്ക്. ഹലോ, ഞാൻ ശേഖറാണ്. പറയൂ. വിത്തിൻ ഹാഫ് ആൻ അവർ ബൈപ്പാസിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ KER 4867 ട്രക്ക് കത്തിച്ചാമ്പല. ഇറ്റ് വിൽ എക്സ്പ്ലോഡ്. ഹലോ, അവന്റെ കയ്യിൽ സെൽഫോൺ ഉണ്ടോ നോക്കൂ. സാറിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടോ? ഇല്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാകണം. ശരി സർ. ഇയാളുടെ എല്ലാ മൂവ്മെന്റ്സും ശ്രദ്ധിക്കണം. സാർ, പുറത്തുനിന്ന് ആര് വന്നാലും തൽക്കാലം അകത്തേക്ക് വിടണ്ട. സർ. അവന് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. നീ ഇതാരുടെ കാര്യ പറയുന്നേ? That bloody Shekhar! You fool, use your brain. ഇത് ശേഖർ അല്ല, ആനന്ദാണ്. This is a warning to us and Shekhar also. അവനെ നമുക്ക് നേർവഴിക്ക് കൊണ്ടുവന്നേ പറ്റൂ. സർ, എനിക്ക് ആ വണ്ടിയുടെ താക്കോലൊന്ന് വേണം. എന്താ കാര്യം? ഒന്നും വ്യക്തമല്ല സർ. എവിടുന്നൊക്കെയോ കേട്ട എന്തോ കാര്യങ്ങൾ, ആരുടെയൊക്കെയോ ഫോൺ കോളുകൾ. അവർക്ക് ആനന്ദിനെയാണ് സംശയം. അയാളുടെ സിസ്റ്ററിന് ഒരുപക്ഷെ ഞാൻ ലേറ്റ് ആയാൽ ഞാൻ വിളിക്കാം. ഓക്കെ.
നിന്റെയൊക്കെ ആ ബോസ് ഉണ്ടല്ലോ, പറയടാ എന്തിനാ അവൻ എന്നെ ഒറ്റിക്കൊടുത്തത്? ശേഖർജി സാറിനെ ഒറ്റിക്കൊടുത്തത് കാശിന് വേണ്ടിയല്ല, സാറിനെ രക്ഷിക്കാനാ. വേറെ പോംവഴി ഇല്ലാഞ്ഞിട്ടാ ശേഖർജി കോടതിയിലാ കടുങ്കൈ ചെയ്ത്. സാറിനെ ചതിച്ചവർക്കെതിരെയുള്ള തെളിവിന് വേണ്ടിയിട്ടാ ശേഖർജി അന്നു മുതൽ ഇന്ന് വരെ പരക്കം പായുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ സാറിനത് മനസ്സിലാവും. കീർത്തി, 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 ലിസൺ ടു മീ. കീർത്തി, ഞാൻ പറയുന്ന കേക്ക്. കീർത്തി, കീർത്തി, ഞാൻ പറയുന്ന കേക്ക്. കീർത്തി, 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 കീർത്തി. ഹലോ അങ്കിൾ, ഇത് ഞാനാ. ശേഖറിന്റെ ക്വാർട്ടേഴ്സാണ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. ശേഖരനെ നമ്മൾ വല്ലാതെ സംശയിച്ചു. എനിക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകളും രേഖകളുമാണ് അയാൾ കളക്ട് ചെയ്തിരിക്കുന്നത്. ഹി വാസ് ട്രൈങ് ടു ഹെൽപ്പ് മീ. എനിക്ക് ശേഖരനെ ഉടനെ കാണണം. ആനന്ദ്, ഞാനിപ്പോ വീട്ടിലല്ല, ഹോസ്പിറ്റലിലാണ്. അങ്കിൾ, കീർത്തി അവിടെ എന്താ പറ്റിയ? പരിഭ്രമിക്കാനൊന്നുമില്ല. ഒബ്സർവേഷന് വേണ്ടി ICU കിടത്തിയിരിക്കുന്നേ. എല്ലാറ്റിനും നന്ദി പറയേണ്ടത് ശേഖരനോടാണ്. ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വഴിയില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വിളിച്ചത്. ഛേ, ഞാനും കാര്യം മനസ്സിലാക്കാതെ. എന്നെയും കൂടി രക്ഷിക്കാനായിരുന്നു ഈ നാടകമെങ്കിൽ അത് പറയാമായിരുന്നു. പറഞ്ഞിരുന്നുവെങ്കിൽ താനത് സമ്മതിക്കുമായിരുന്നു. ഇല്ല, തെളിവുകളൊക്കെ കൂടുതലും തനിക്കെതിരായതുകൊണ്ട് കോടതിയിലെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ അകത്ത് പോയി കിടന്ന പുറത്ത് നമുക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യില്ല എന്നെനിക്കറിയാമോ.
യു ആർ റൈറ്റ്. ആനന്ദിനോട് മിസ്സിംഗ് ആവാൻ ഞാൻ പറഞ്ഞും പോയി, പിന്നെ അങ്ങോട്ട് ആളിനെ കിട്ടുന്നുമില്ല. ഞാൻ വല്ലാതെ വെള്ളം കുടിച്ചു പോയി എന്റെ ശേഖരൻ. ഇത് വല്ലതും കീർത്തിയോട് പറയാൻ പറ്റും? വല്ല പോലെ പൊട്ടിത്തെറിച്ച ഞാൻ അവളുടെ മുമ്പിൽ പിടിച്ചു നിന്നത്. എനിക്കിപ്പോഴും പിടികിട്ടാത്തത് ആ ഗണ്ണിന്റെ കാര്യമാണ്. താൻ എന്തിനാ അന്ന് അവിടെ പുതിയ റിവോൾവറായിട്ട് വന്ന? പുതിയ ലോട്ട് വന്നപ്പോൾ അതിൽ നിന്ന് എടുത്തോളാൻ സീനിയർ ഓഫീസർ പറഞ്ഞു. ഗൺസ് എനിക്കൊരു ക്രേസാ. അത് ഇക്ബാൽ സാറിന് നന്നായിട്ട് അറിയാം. ആര്? ആരാന്നാ പറഞ്ഞ? ഇക്ബാൽ സാർ. താൻ തന്നെ പോണം. ഒരു പുതിയ കൺസൈൻമെന്റ് ഓഫ് ഗൺസ് വന്നിട്ടുണ്ട്. രജിസ്റ്റർ ഞാൻ എൻ്റർ ചെയ്തോളാം. അയാൾ സ്വന്തം താല്പര്യപ്രകാരം പോവുകയാണ്. എന്നെ നിർബന്ധിച്ച് ഇയാൾ ഡ്യൂട്ടി ആയിട്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ഇതുപോലൊരു റിവോൾവർ പണ്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. എന്നെ ചതിക്കാൻ നിങ്ങൾ ഉപയോഗിച്ച എന്റെ റിവോൾവർ. ആ ചതിയുടെ മോട്ടിവേഷൻ എന്തായിരുന്നു എന്ന് എനിക്കറിയണം. Tell me! Tell me! ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന് വലിയ ട്രാപ്പിൽപ്പെട്ടവനാ ഞാൻ. എ ഫേറ്റൽ ട്രാപ്പ്. എന്റെയും എന്റെ സീനത്തിന്റെയും മോളുടെയും ജീവൻ. ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. യു ജസ്റ്റ് കിൽ മീ ആനന്ദ്, കിൽ മീ. ഞാനൊരാൾ മരിച്ചാൽ ഒരുപക്ഷെ എന്റെ ഭാര്യയും കുട്ടിയും അവരെങ്കിലും രക്ഷപ്പെടും. നിങ്ങളൊരു ഉഗ്രൻ പെർഫോമറാണ് മിസ്റ്റർ ഇക്ബാൽ. പക്ഷെ ഇപ്പൊ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കില്ല. വിശ്വസിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. മരണത്തിന് മുമ്പിൽ നേർക്കുനേരെ നിൽക്കുമ്പോൾ ജീവന് വേണ്ടി ആരും പ്രാർത്ഥിക്കും. തന്റെ ആ പ്രാർത്ഥന ഫലിക്കണം. കോടതിക്ക് തന്നെ വേണം, ജീവിച്ചിരിക്കുന്ന ഒരു തെളിവായിട്ട്. അതുവരെ സുരക്ഷിതമായിട്ട് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കണം സാർ. വിളിച്ചവന്മാരെ അറിയിക്കുക ഞങ്ങളെ ഒരുമിച്ച് കണ്ടു, ഇനിയും ഒരുമിച്ച് കാണേണ്ടി വരുമെന്ന്.
പ്രിയപ്പെട്ടവരുടെ മരണത്തിന് മുമ്പിൽ നിൽക്കുന്ന ആ നിൽപ്പുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ദുരന്തം. ഞാൻ എൻ്റെ അനിയൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇനി നീ ഇതുപോലെ നിൽക്കാൻ പോകുന്നത് നിനക്കുണ്ടല്ലോ അമ്മയും പെങ്ങളും ഒക്കെ. സേതു അമ്മ എവിടെ? സേതു അമ്മ എവിടെ ചോദിച്ചത്? കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാണെങ്കിലേ ഞാൻ കുളിച്ചൊരുങ്ങി വന്നിട്ട് കൊണ്ടുപോയി കാണിച്ചു തരാം. അയ്യോ എന്റെ കണ്ണിൽ പൊടി പോയി. അമ്മ എവിടെ പറയടി? എന്റെ കണ്ണിൽ പൊടി പോയത് കണ്ടൂടെ? ഒന്ന് ഊതി തന്നൂടെ? നീ പറ അമ്മ എവിടെ? അമ്മായി കുന്നത്തൂർക്കാവിൽ പോയി, രാജമചേച്ചി ചന്തയിൽ പോയി, എന്റെ കണ്ണിൽ പൊടിയും പോയില്ല. ദൈവമേ, എന്റെ മോൻ. എടാ ശേഖര, പിന്നെ എത്ര നാളായിട്ട് അമ്മയൊന്ന് കണ്ടിട്ട്. നീ ഇത് എവിടെയായിരുന്നു? ഇപ്പൊ എന്റെ മനസ്സിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നേ. കസ്തൂരി മടിയിൽ വെച്ചിട്ട് ലോകം മുഴുവൻ മണം തേടി നടക്കുന്ന പോലെയാ എന്റെ കാര്യം. അല്ലേ, നീ കെട്ടാൻ പോകുന്ന പെണ്ണ് വീട്ടിൽ നിൽക്കുമ്പോഴാ നാട് നീളെ പെണ്ണെന്നെ അടിച്ചു നടക്കുന്നത് ഞാന്. നല്ല ഐശ്വര്യമുള്ള പെണ്ണ അവളല്ലേടാ. ഞങ്ങള് തമ്മിൽ ചേരത്തില്ല, അത് കാര്യം വേറെ. കേട്ട് കഴിഞ്ഞാൽ നീ അവളെ കൊണ്ട് പോക്കോണം കേട്ടോ. ഇപ്പൊ ഞാൻ അമ്മയും കൊണ്ടാ പോകാൻ പോകുന്നത്. എവിടെ? ഇനി എന്റെ കൂടെ നിന്നാ മതി. എന്താ? ഇനി എന്റെ കൂടെ നിന്നാ മതി. എത്ര നാളിന് ശേഷം എന്റെ മോനെ ഇന്നും കണ്ടത്. ഇനി എന്റെ മോൻ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. മോന് ഇഷ്ടമുള്ള പാലട ഉണ്ടാക്കാൻ പോവാ അമ്മ ഇന്ന്. ഇന്ന് പാലട, നാളെ പാൽപായസം. ഓ എനിക്ക് വയ്യ. സേതുലക്ഷ്മി, നമുക്ക് ഇന്നൊരു വിരുന്നുകാരനുണ്ടടി.
ഇന്നത്തെ ഫ്ലൈറ്റിന് റെജിയാലൻ പോവും. പോകുന്നതിന് മുമ്പ് മരിച്ചുപോയ അവൻ്റെ അനിയനോട് യാത്ര പറയും.
ശേഖർ, നോ, ഡോണ്ട് ഡു ഇറ്റ്. ഇവന് നമ്മൾ കൊടുക്കുന്ന ശിക്ഷ ഇങ്ങനെ ആവരുത്. ലെറ്റ് us leave him to the law. നിയമത്തിന് മുമ്പിൽ ഇവനെ നമുക്ക് ആവശ്യമുണ്ട്. നോ, come on, come on. ഒരു മൺവിളക്കിൻ്റൊളിയിൽ നിന്നും ഇരു സൂര്യജ്വാലകൾ ഉണരുകയാ. ധർമ്മങ്ങൾ വിരിക്കാൻ അധർമ്മങ്ങൾ അകറ്റിടാൻ ഒരു കൊടുങ്കാറ്റ അവർ വരവാ.
പുതിയ വഴികൾ പുതിയ വിധികൾ മനസ്സിൻ മിഴിയിൽ തെളിയുകയാ കനകലിപികൾ വിജയധ്വനികൾ ഉയിരിലഴകാനൊരുങ്ങുകയാ നേരിന്നേറിയാൻ നെഞ്ചിൽ തീക്കനലേന്തി കണ്ണിൽ മിന്നലുമായി ഇരുവരും വരവാ ഒരു മൺവിളക്കിൻ്റൊളിയിൽ നിന്നും ഇരു സൂര്യജ്വാലകൾ ഉണരുകയാ പടർന്ന മൊഴികൾ തളർന്ന മുഖങ്ങൾ പുതിയൊരഭയം അറിയുകയാ ഒഴിഞ്ഞ ദിനങ്ങൾ മറച്ച കഥകൾ ഉണർവിൻ കാരങ്ങൾ തുറക്കുകയായി ശംഖുമുഴക്കി വെന്നിക്കൊടികൾ ഉയർത്തി നീള നീതിയൊടുക്കാൻ ഇനി അവർ വരവാ ഒരു മൺവിളക്കിൻ്റൊളിയിൽ നിന്നും